പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റും ബിഗ് ബോസ് മുൻ മത്സരാർത്ഥിയുമായ ജാൻമണി ദാസ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ തികച്ചും നിലവാരമില്ലാത്ത അസഭ്യവർഷവും അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ഉയർന്ന ശക്തമായ പ്രതിഷേധങ്ങളുമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. നിലവിൽ അവർ മാപ്പപേക്ഷയുമായി രംഗത്തെത്തി. പക്ഷേ ഈ വിഷയത്തിൽ കേവലം ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ വിരോധം മാത്രമാണോ ഉള്ളത്? അല്ല. ഇതിനു പിന്നിൽ ജനാധിപത്യത്തിന്റെ അതിരുകൾ, സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണങ്ങൾ, രാജ്യത്തിന്റെ തലവനെ അപമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന നിയമപരമായ വെല്ലുവിളികൾ തുടങ്ങി വലിയൊരു വിശകലനം തന്നെ അടങ്ങിയിട്ടുണ്ട്. ഒരു മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി വേട്ടയാടുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ പ്രശസ്തയായ ജാൻമണി ദാസ് ഒരു സോഷ്യൽ മീഡിയ പേജിലെ ഒരു വീഡിയോയിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അങ്ങേയറ്റം മോശമായ പരാമർശങ്ങൾ നടത്തിയത്. പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സാധാരണ വാക്കുകളെ പോലും കളിയാക്കിക്കൊണ്ട് അപ്പോൾ ആരംഭിച്ച ആ അസഭ്യവർഷം പിന്നീട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും വയോധികനായ അദ്ദേഹത്തിന്റെ പ്രായത്തെയും പിതൃത്വത്തെയും ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് അധപ്പതിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന തെറ്റായിരിക്കും. കിളവൻ, വയസ്സൻ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ട് മേക്കപ്പിൽ മുങ്ങി നിൽക്കുന്ന ചില വ്യക്തികൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് വികൃതമായ ഭാഷയിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. 1947 അച്ഛൻ മരിച്ചുവെങ്കിൽ 1950 എങ്ങനെ അദ്ദേഹം ജനിക്കും എന്നൊക്കെയുള്ള വസ്തുതാവിരുദ്ധവും മ്ലേച്ഛവുമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തെരുവ് ഭാഷയിൽ അധിക്ഷേപിക്കുകയായിരുന്നു അവർ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വ്യക്തിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടോ അല്ലെങ്കിൽ വ്യക്തികളോടോ വിയോജിപ്പുണ്ടാകാം. അത് തുറന്നു പറയാൻ ഈ രാജ്യത്ത് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ സ്വാതന്ത്ര്യം രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യാനും പൊതുവേദിയിൽ അസഭ്യം പറയാനുമുള്ള ലൈസൻസ് ആണോ? അദ്ദേഹത്തെ എന്നല്ല ഒരു വ്യക്തിയെയും ഇത്തരത്തിൽ അപമാനിക്കാൻ പാടുമോ? ഈ ചോദ്യമാണ് ഇന്ന് ഓരോ ഭാരതീയന്റെയും മനസ്സിൽ ഉയരുന്നത്. നമ്മൾ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ ദാമോദർദാസ് മോദി എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം നേതാവല്ല. അദ്ദേഹം ഒരു ദിവസം പെട്ടെന്ന് ഓടുപൊളിച്ചിറങ്ങി വന്ന ആളുമല്ല. 10-12 വർഷത്തോളം തുടർച്ചയായി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച് ഭരണപരിചയമുള്ള 2014 മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത ഭരണാധികാരിയാണ്. 1 കോടിയോ 2 കോടിയോ അല്ല, 140 കോടി വരുന്ന ജനതയുടെ പ്രതിനിധിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ രാഷ്ട്രീയ വിമർശനമാകാം. അദ്ദേഹത്തിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് അദ്ദേഹത്തിന്റെ ഭരണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാം. അതൊക്കെ ജനാധിപത്യത്തിന്റെ ഭംഗിയാണ്. എന്നാൽ ആ വിമർശനവും സംസ്കാരശൂന്യമായ വ്യക്തിഹത്യയും അസഭ്യവർഷവും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. 77 വയസ്സ് പ്രായമുള്ള ഒരു മുതിർന്ന വ്യക്തി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തെ അങ്ങേയറ്റം വില കുറഞ്ഞ രീതിയിൽ അപമാനിക്കുന്നത് ഏത് തരം സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിലാണ് വരുന്നത്? ഇനി മാപ്പ് പറഞ്ഞതുകൊണ്ട് അതിനൊരു പരിഹാരമാകുമോ? ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വ്യക്തിയോടുള്ള മാത്രം അനാദരവല്ല, മറിച്ച് ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ജനവിധിയോടും രാജ്യത്തിന്റെ ഭരണഘടനയോടുമുള്ള അനാദരവാണ്. ഇന്ത്യയിലിരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും വിളിച്ചു പറയുന്നവർ മറ്റു രാജ്യങ്ങളിലെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലിരുന്ന് ചൈനയുടെ വളർച്ചയെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചും ഘോരഘോരം പ്രസംഗിക്കുന്ന നിരവധി ബുദ്ധിജീവികളെ നമ്മൾ ദിനം പ്രതി കാണാറുണ്ട്. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലെ വികസനത്തെക്കുറിച്ചും ഭരണരീതികളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും ഇരുന്ന് നാവിൽ നിന്ന് തേനൊലിപ്പിക്കുന്നവരെയും നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരൊറ്റ കാര്യം ചിന്തിച്ചു നോക്കൂ. ചൈനയിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ ജനാധിപത്യം എന്നൊന്നുണ്ടോ? ആ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കെതിരെ അല്ലെങ്കിൽ രാജ്യത്തലവന്മാർക്കെതിരെ ഇത്തരത്തിൽ വേണ്ട ഒരു ചെറിയൊരു വിമർശനം പോയിട്ട്, അസഭ്യവാക്ക് പോയിട്ട് ഒരു ചെറിയ വിമർശനമെങ്കിലും ഉന്നയിക്കാൻ അവിടെയുള്ള ഏതെങ്കിലും പൗരന് ധൈര്യമുണ്ടോ? ചൈനയിലോ ഗൾഫ് രാജ്യങ്ങളിലോ, കമ്മ്യൂണിസ്റ്റ് ചൈന ഓർക്കണം, ഗൾഫ് രാജ്യങ്ങളിലോ ഭരണാധികാരികളെ ചോദ്യം ചെയ്താലോ അപമാനിച്ചാലോ പിന്നെ ആ വ്യക്തി പുറം ലോകം പോലും കാണില്ല. വിചാരണ പോലും ഇല്ലാതെ തടവറയിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ നാടുകടത്തപ്പെടുകയോ ചെയ്യും. ഇത് സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് വിമർശിച്ച് നോക്കൂ. അവിടെയൊന്നുമില്ലാത്ത സ്വാതന്ത്ര്യമാണ് ഇന്ത്യ എന്ന മഹാരാജ്യം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. എന്നാൽ ആ ജനാധിപത്യ സ്വാതന്ത്ര്യത്തെയാണ് ഇന്ന് ജാൻമണിയെ പോലെയുള്ളവർ ദുരുപയോഗം ചെയ്യുന്നത്. ചൈനയിലെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയോ അല്ലെങ്കിൽ ഗൾഫ് രാജാക്കന്മാരെയോ പുകഴ്ത്തുന്നവർ സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിയെ ഇത്തരത്തിൽ പരസ്യമായി അധിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ നിലവാരത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇന്ത്യ നൽകുന്ന വിശാലമായ ജനാധിപത്യ സ്വാതന്ത്ര്യത്തെ തന്നെയാണ് അവർ കൊത്തി വലിക്കുന്നത്. ഭാരതീയ ഭരണഘടന പൗരന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നത് സത്യമാണ്. അനുച്ഛേദം 19 പ്രകാരം ഓരോ പൗരനും ചിന്തിക്കാനും സംസാരിക്കാനും തന്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്.
എന്നാൽ ഈ സ്വാതന്ത്ര്യം അളവറ്റതാണോ എന്നാണ് ഞാൻ സത്യത്തിൽ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഒരിക്കലുമല്ല. ഭരണഘടനയുടെ അനുച്ഛേദം 19 പ്രകാരം ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൃത്യമായ ചില ന്യായമായ നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയെ വിമർശിക്കാം, അതിന് അപ്പുറം പരിധി കടന്നാൽ ഡിഫമേഷൻ എന്നൊരു കാര്യമുണ്ട്. പിന്നെ ഈ വിമർശനത്തെ ന്യായീകരിക്കുന്നവർ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെക്കുക: രാജ്യത്തിന്റെ പരമാധികാരം, സുരക്ഷ, പൊതുസമാധാനം, മാന്യത, അപകീർത്തി എന്നിവയെ ബാധിക്കുന്ന രീതിയിൽ ആർക്കും ഇവിടെ സംസാരിക്കാൻ അവകാശമില്ല. ഒരു പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഏതൊരു പൗരനെതിരെയും ഇത്തരത്തിൽ അസഭ്യം പറയുന്നതും വ്യക്തിഹത്യ നടത്തുന്നതും നിയമപരമായി ഗുരുതരമായ കുറ്റമാണ്. അപകീർത്തിപ്പെടുത്തൽ അഥവാ ഡീഫേമേഷൻ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഒരു വ്യക്തിയെ പൊതുമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതും അവഹേളിക്കുന്നതും ക്രിമിനൽ കുറ്റമാണ്. പ്രധാനമന്ത്രിയെ എന്നല്ല, എല്ലാ പൗരനെയും. പിന്നെ സോഷ്യൽ മീഡിയ ദുരുപയോഗം, IT ആക്ട്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് അസഭ്യ പ്രചരണം നടത്തുന്നതും സ്ത്രീകളെയോ പുരുഷന്മാരെയോ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളെയോ വേട്ടയാടുന്നതും IT ആക്ട് പ്രകാരം ശിക്ഷാർഹമാണ്. പക്ഷെ ഇവിടെ ഉയരുന്ന വലിയൊരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പബ്ലിക്കായി രാജ്യത്തിന്റെ ഭരണാധികാരിയെ അധിക്ഷേപിച്ചിട്ടും ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉടനടി ഉണ്ടാകാത്തത്? നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയുടെ ദൗർബല്യമാണോ ഇത്? അതോ ജനാധിപത്യം നൽകുന്ന സഹിഷ്ണുതയെ ഇവർ കഴിവുകേടായി കാണുകയാണോ എന്നൊക്കെ. പ്രധാനമന്ത്രിയെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോ ഭരണകൂടമോ ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? യാതൊരു പശ്ചാത്താപവുമില്ലാതെ, കുറ്റബോധമില്ലാതെ നെഞ്ചും വിരിച്ച് ഇവർ പൊതുസമൂഹത്തിൽ നടക്കുമ്പോൾ, ഒരു മാപ്പപേക്ഷയിലൂടെ എല്ലാം അവസാനിപ്പിക്കാമെന്ന് ധരിക്കുമ്പോൾ, അത് മാന്യമായി ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഈ വിഷയത്തിൽ മറ്റൊരു സുപ്രധാനമായ വശം കൂടിയുണ്ട്. ജാൻമണിദാസ് എന്ന വ്യക്തി ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ്. എന്നാൽ ഇത്തരത്തിലുള്ള വികൃതമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ബാധിക്കുന്നത് ആരെക്കൂടിയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാന്യമായി അധ്വാനിച്ച് സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വന്ന് അന്തസ്സോടെ ജീവിക്കുന്ന നിരവധി ട്രാൻസ്ജെൻഡർ വ്യക്തികളുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും ട്രാൻസ്ജെൻഡറുകളും അടങ്ങുന്ന പൗരസമൂഹം മാന്യമായി തൊഴിൽ ചെയ്ത് രാജ്യത്തിന് സംഭാവന നൽകുമ്പോൾ ഈ ജാൻമണിയെ പോലെ കോലം കിട്ടുന്ന ഏതാനും ചില സെലിബ്രിറ്റികൾ, അങ്ങനെ തന്നെ ഞാൻ വിളിക്കുള്ളൂ, കാരണം അവർ അത് അർഹിക്കുന്നില്ല ഒരു മാന്യത. ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന വികൃതികൾ കാരണം മൊത്തം സമൂഹത്തിനാണ് അപമാനം ഉണ്ടാകുന്നത്. സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കിട്ടാനും 4 ആളെ ശ്രദ്ധിക്കാനും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനും വേണ്ടി എന്തും വിളിച്ചു പറയാമെന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. ഇവരെയൊക്കെ ഒരു ഇൻഫ്ലുവൻസറായി കാണുന്ന യുവത്വത്തിന്റെ അവസ്ഥ ആലോചിക്കൂ. മേക്കപ്പും പൂശി വന്ന ആർക്കെതിരെയും എന്തും പറയാമെന്ന അഹങ്കാരം ഒരു സെലിബ്രിറ്റിക്കും ശോഭിക്കുന്നതല്ല. പ്രശസ്തി എന്നത് ഉത്തരവാദിത്വത്തോട് ഉപയോഗിക്കേണ്ട ഒന്നാണ്. നമ്മൾ ഈ സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്, അല്ലാതെ മറ്റുള്ളവരുടെ മേൽ അസഭ്യം ചൊരിയാനുള്ള ആയുധമല്ല. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് അതിന്റെ സഹിഷ്ണുതയാണ്. എന്നാൽ ആ സഹിഷ്ണുത രാജ്യത്തിന്റെ അനാർക്കിയിലേക്ക് അല്ലെങ്കിൽ സൈബർ അരാജകത്വത്തിലേക്ക് വഴിമാറാൻ പാടില്ല. ഇന്ന് പ്രധാനമന്ത്രിക്കെതിരെയാണ് ഈ അസഭ്യവർഷം ഉണ്ടായത്. നാളെ ഇത് സാധാരണക്കാരനായ ഒരു പൗരന്മാർക്ക് നേരെ ഉണ്ടാകാം. അന്ന് ചിലപ്പോൾ ഇത് കത്തിക്കേറി ട്രെൻഡിങ് ആവുന്ന ഒരു വിഷയമായിരിക്കില്ല. എന്നാൽ നിങ്ങൾക്ക് നീതി വേണ്ടേ? ഇത്തരക്കാർക്കെതിരെ കൃത്യമായ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നത് വ്യക്തിഹത്യ നടത്താനും അസഭ്യം പറയാനുമുള്ള ഒരു മാപ്പിലൂടെ എല്ലാം അവസാനിക്കുള്ള വേസ്റ്റ് ബിന്നായി മാറും. പ്രധാനമന്ത്രിയെ ഫ്രണ്ട്സ് എന്ന് വിളിച്ചത് കൊണ്ട് കുറ്റം പറയുക, അദ്ദേഹത്തിന്റെ വയസ്സിനെ പരിഹസിക്കുക, ചരിത്രപരമായ വസ്തുതകളെ വളച്ചൊടിച്ച് അസഭ്യം പറയുക, ഇതൊന്നും ഒരു സംസ്കാരമുള്ള സമൂഹത്തിന് ചേർന്നതല്ല. രാഷ്ട്രീയമായ എതിർപ്പുകൾ പ്രകടിപ്പിക്കാൻ ഭരണഘടന നമുക്ക് വോട്ടവകാശം നൽകിയിട്ടുണ്ട്. സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് വേദി നൽകിയിട്ടുണ്ട്. വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. എന്നാൽ തെരുവ് ഭാഷയും മ്ലേച്ഛമായ അധിക്ഷേപങ്ങളും ജനാധിപത്യത്തിന്റെ ഭാഗമല്ല. അത് സാംസ്കാരിക ശൂന്യതയുടെ ലക്ഷണമാണ്. ജാൻമണിയുടെ സംസ്കാരമാണ് ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള ജാൻമണി ദാസുകളെ അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.